നമസ്കാരം. പറവൂരിൽ ഭാരതത്തിൻ്റെ 74ാമത് റിപ്പബ്ലിക് ആഘോഷങ്ങൾ വർണ്ണശബളമായ ഘോഷയാത്രയോടെ നടക്കുകയുണ്ടായി. പറവൂർ കോടതി മൈതാനിയിൽ വെച്ച് അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ് ആർ.ടി. പ്രകാശ് ദേശീയ പതാക ഉയർത്തുകയുണ്ടായി. പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി.ഡി. സതീശൻ സന്നിഹിതനായിരുന്നു. ാമത് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിലാണ് നാം എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ആദ്യമായി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഊഷ്മളമായ റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുകയാണ്. ഇന്ന് നമ്മുടെ ദേശീയ പതാക ഉയർത്തുന്നത് നമ്മുടെ പറവൂരിലെ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെക്ഷൻ ജഡ്ജ് ആർ.ടി. പ്രകാശ് അവർകളാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമുക്കിന്ന് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി.ഡി. സതീശൻ അവർകളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം. ഒരു റിപ്പബ്ലിക് ദിന സന്ദേശം തരാൻ മാത്രം ഒരാളാണ് ഞാനെന്ന് കരുതുന്നില്ല. എങ്കിലും ജീവിതം ജീവിച്ച് കാണിച്ച് ജീവിതം സന്ദേശമാക്കി മാറ്റിയ മഹാന്മാർ നമുക്ക് മുന്നിലുണ്ട്. അവരുടെ സന്ദേശം അതിലൊരു നമ്മുടെ കൺമുമ്പിൽ ജീവിച്ച് പറഞ്ഞ ഒരു മഹത് വ്യക്തിയുടെ സന്ദേശമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. സാധാരണ നമ്മൾ മഹാൻ എന്നൊരാളെ പറയുമ്പോൾ നമ്മുടെ മനസ്സ് ചരിത്രത്തിലേക്കാണ് പോവുക. മഹാന്മാരെ നമ്മൾ ചരിത്രത്തിലാണ് കണ്ടിട്ടുള്ളത്. നേരിട്ട് ഒരു മഹാനെ കാണാനും ആ ജീവിതം നേരിട്ട് കണ്ടറിയാനുമുള്ള അവസരം വളരെ വിരളമായിട്ടേ കിട്ടാറുള്ളൂ. അങ്ങനെ നമുക്ക് മുന്നിൽ ജീവിച്ച് 2015 നമ്മളോട് വിട പറഞ്ഞ ഒരു മഹാനാണ് ശ്രീ ഡോക്ടർ അബ്ദുൽ കലാം. ഇന്ത്യയുടെ ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന. ലോകത്ത് ഒരു രാജ്യത്തും ഉണ്ടാക്കാത്ത തരത്തിൽ രാജ്യത്തെ വിവിധ പ്രൊവിൻസുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നിയമ പണ്ഡിതർ, പരിണതപ്രജ്ഞരായ പണ്ഡിത ശ്രേഷ്ഠരായ ആളുകൾ ഒരുമിച്ച് നിന്നുണ്ടാക്കിയ ഒരു ഭരണഘടന, അതിമനോഹരമായ ഭരണഘടന. നിങ്ങൾ ഏത് പ്രൊഫഷനിൽ പോയാൽ ഇന്ത്യൻ ഭരണഘടന എന്താണെന്നും നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം എന്താണെന്നും നമ്മുടെ ചരിത്രം എന്താണെന്നും നമ്മുടെ സ്വാതന്ത്ര്യ സമരം എന്തായിരുന്നുവെന്നും നിങ്ങൾ പഠിക്കും. ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും IT എക്സ്പേർട്ട് ആയാലും മാനേജറായാലും അഭിഭാഷകനായാലും ആരായാലും നമ്മുടെ പശ്ചാത്തലം, നമ്മുടെ കുടുംബം, നമ്മുടെ വേരുകൾ എന്താണ് എന്ന് പഠിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ. അതിന് തയ്യാറാകണം. എല്ലാവരും ഒരു ദിവസം ഒരു പത്രമെങ്കിലും വായിക്കണം. പറവൂരിൽ നിന്നും മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. ഞാൻ CJ ജോയ്, ലൈഫ് കോച്ച് റിപ്പോർട്ടർ.